ചന്ദ്രാമ്മ ക്ഷമിക്കണം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചന്ദ്രാമ്മയെ തല്ലിയപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മോനെ, ഈ ചന്ദ്രാമ്മ ഇപ്പോ എല്ലാ അപമാനവും സഹിക്കും. അതിന്റെ പേരിൽ ആരെയും ശപിക്കാൻ ചന്ദ്രാമ്മയ്ക്ക് കഴിയില്ല. ഈ ജീവിതത്തിൽ ഇതൊക്കെയാണ് എനിക്ക് വിധിച്ചിട്ടുള്ളതെന്ന് അറിയാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ ജീവിക്കാൻ എൻ്റെ ചന്ദ്രാമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഇതൊക്കെ കൊണ്ടാ ചന്ദ്രാമ്മയോട് എനിക്കിത്ര ഇഷ്ടം. എനിക്കത് മാത്രം മതി മോനെ. എന്റെ മനസ്സൊന്ന് പിടയുമ്പോ നിന്റെ കണ്ണ് നിറയാറില്ലേ? അതിനേക്കാൾ വലുതായിട്ട് ചന്ദ്രാമ്മയ്ക്ക് ഒന്നും വേണ്ട. ആ, കോളേജില് നിങ്ങളുടെ നാടകം ഉടനെ കാണില്ലേ? അത് ഓർക്കുമ്പോ തന്നെ കൈയും കാലും വിറയ്ക്കുക. ചിന്നും മഹിയും നായികയും നായകനുമായി അഭിനയിക്കുന്ന നാടകം കാണാൻ ചന്ദ്രാമ്മയ്ക്കും ആഗ്രഹമുണ്ട്. അതിനെന്താ, ഞാനും ചിന്നും കോളേജിൽ പോകുമ്പോ ചന്ദ്രാമ്മയും കാറി കയറിക്കോ. നമുക്ക് ഒരുമിച്ച് കോളേജിൽ പോവാം. അവിടെ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നതും സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നതെല്ലാം ചന്ദ്രാമ്മയ്ക്ക് നേരിൽ കാണുകയും ചെയ്യാലോ. അയ്യോ, അത് വേണോ മോനെ? രമാമ്മയെ ഓർത്താണ് ചന്ദ്രാമ്മ വിഷമിക്കുന്നെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. രമാമ്മ അറിയാതെ ഞാൻ ചന്ദ്രാമ്മയെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം. വേണ്ട മോനെ, എന്നെ ഇവിടെ നിന്ന് ഒളിച്ചു കൊണ്ടുപോയാലും അവിടെ ചീഫ് ഗസ്റ്റായി വന്നിരിക്കുന്നത് രമാമ്മയുടെ അല്ലേ? ഞാൻ ആ സമയം കോളേജിൽ വന്ന മാഡം എന്നെ... അല്ലേലും ചന്ദ്രമ്മ നാടകം കാണാനൊന്നും വരണ്ട. ചന്ദ്രമ്മ വന്നാ എനിക്ക് അഭിനയിക്കാൻ നാണക്കേടായിരിക്കും. അതെ, ചിലപ്പോൾ രമാമ്മ വെറുതെ ഒരു സീൻ ഉണ്ടാക്കുകയും ചെയ്യും. ഹലോ, ഞാനാ ആകാശ്. നീ ഇപ്പൊ എവിടെയാ? മാഡത്തിന്റെ വീടിന്റെ മുറ്റത്ത്. മുറ്റത്തോ? മുറ്റത്തെന്ന് പറഞ്ഞാ ഗേറ്റിന് പുറത്ത്. നീ ആരും കാണാതെ മാറി നിക്ക്, ഞാൻ ഇപ്പൊ വരുന്നു. ആ ശരി മാഡം. അതെ, ഞാൻ പറഞ്ഞ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് മാഡം. ഓക്കെ, ഞാൻ ദേ വരുന്നു. ഓക്കെ. ഞാൻ ചോദിച്ച ഐറ്റം തന്നെയല്ലേ? അതെ, ഇറ്റ്സ് ഡെഡ്ലി.